ഹലോ എവരിവൺ, വെൽക്കം ടു മൈൽസ് പോയിന്റ്സ് ആൻഡ് പാസ്പോർട്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതൊരു ഫിനാൻസ് ചാനലാണ്. അതായത് ക്രെഡിറ്റ് കാർഡിൻ്റെ റിവാർഡ് പോയിന്റ്സ്, പിന്നെ മൈൽസ്, അതിൻ്റെ പോയിന്റ്സ് തുടങ്ങിയ കാര്യങ്ങളെല്ലാം എങ്ങനെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുന്ന രീതിയിൽ ഉപയോഗിക്കാം തുടങ്ങിയ ഒരു ഗൈഡൻസ് നൽകുന്ന ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനലിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് ഫ്രീ ആയിട്ട്, ലൈഫ് ടൈം ഫ്രീ ആയിട്ട് കിട്ടുന്ന ക്രെഡിറ്റ് കാർഡുകളെ കുറിച്ചാണ്. നമ്മൾ ആദ്യമായി ക്രെഡിറ്റ് കാർഡുകളുടെ ലോകത്തേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഉണ്ടാകുന്ന ഒരു തോന്നലാണ് നമുക്ക് ജോയിനിങ് ആൻഡ് ആനുവൽ ഫീ തുടങ്ങിയ കാര്യങ്ങളൊന്നുമില്ലാത്ത ഒരു ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡുകൾ മാത്രം മതി എന്നുള്ളത്. കാരണം ഫ്രീ ആയിട്ടുള്ള ക്രെഡിറ്റ് കാർഡ് ആണെങ്കിൽ വേറെ ടെൻഷൻ ഇല്ല, ജോയിനിങ് ഫീ ഇല്ല, ആനുവൽ ഫീ ഇല്ല, നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ്സ് മാക്സിമം ഉപയോഗിക്കാം. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 5 ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡുകളാണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൽ ഏറ്റവും ആദ്യം പറയാൻ പോകുന്നത് ഇൻഡസിൻഡിൻ്റെ ടൈഗർ എന്നൊരു കാർഡാണ്. ഈ ലൈഫ് ടൈം ഫ്രീ ക്രെഡിറ്റ് കാർഡ് 5 എണ്ണമാണ് ഞാൻ ഈ എപ്പിസോഡിൽ പറയാൻ പോകുന്നത്. അതിൽ ഈ ടൈഗർ എന്നുള്ള കാർഡ് അത് ഉറപ്പായിട്ട് എല്ലാവരുടെയും കയ്യിൽ ഉണ്ടാവണം എന്ന് ഞാൻ പേഴ്സണലി ആഗ്രഹിക്കുന്ന ഒരു കാർഡാണ്. എൻ്റെ കയ്യിൽ ആ കാർഡ് ഉണ്ട്. അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ലൈഫ് ടൈം ഫ്രീ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, അതിന് പ്രത്യേകിച്ച് ചാർജസും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ട്രാവൽ ആൻഡ് ലൈഫ് ടൈം ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് 8 ഡൊമസ്റ്റിക് പ്ലസ് 2 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസ് പെർ ഇയർ ആണ്. അപ്പോൾ 8 ഡൊമസ്റ്റിക് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം, നമുക്ക് ഒരു വർഷത്തേക്ക് അത് ലാവിഷാണ്. പിന്നെ 2 ഇൻ്റർനാഷണൽ ലൗഞ്ച് ആക്സസും കൂടി കിട്ടുന്നുണ്ട്. അപ്പോൾ ലൗഞ്ച് എന്നുള്ളൊരു കാര്യം അതിൽ തന്നെ ഇതിൽ ഫുൾ കവേർഡായി. കാരണം ലൗഞ്ച് ആക്സസിന് നമുക്കിനി വേറെ സെപ്പറേറ്റ് കാർഡുകളൊന്നും ആവശ്യമില്ല. ഇന്റർനാഷണൽ ട്രാവൽ എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് അങ്ങോട്ട് പോകുമ്പോഴും ഒന്ന് ഇങ്ങോട്ട് തിരിച്ചു വരുമ്പോഴും അത് രണ്ടാണെന്നുണ്ടെങ്കിൽ സെറ്റായി. വർഷത്തിൽ ഒരു ഇന്റർനാഷണൽ ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ലൈഫ് ടൈം ഫ്രീ കാർഡ് എന്തുകൊണ്ടും ബെനിഫിറ്റാണ്. പിന്നെ അതിൻ്റെ ബാക്കിയുള്ള ഗോൾഫ് ലെസൺ, അതായത് ഇവിടെ സിയാൽ, ഞാൻ കൊച്ചിയിലാണ് താമസിക്കുന്നത്. കൊച്ചിയിൽ എയർപോർട്ടിൻ്റെ അടുത്തായിട്ട് സിയാൽ ഗോൾഫ് ക്ലബ് ഉണ്ട്. അപ്പോൾ ഈ ഗോൾഫ് എന്ന് പറയുന്നത് ഭയങ്കര റിച്ച് ആയിട്ടുള്ള പണക്കാരുടെ ഒരു ഗെയിമാണ്. നമുക്ക് സാധാരണക്കാർക്കൊന്നും ഗോൾഫ് ഒന്നും കളിക്കാൻ പറ്റില്ല. അതിനേക്കുള്ള ഒരു ചിന്തയുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ വെറുതെയാണ്. കാരണം ഈ ഗോൾഫ് ക്ലബ്ബ് നമുക്ക് നമ്മുടെ ഈ കാർഡ് ഫ്രീ ആയിട്ട് തരുമ്പോൾ അവിടെ ചെല്ലുക, സിയാലിൽ ചെല്ലുക, നമ്മളുടെ ഫ്രീ ആയിട്ടുള്ള ഗോൾഫ് ലെസൺ അതിന് വേണ്ടി വന്നതെന്ന് പറയുക. ഗംഭീര വരവേൽപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ ഒരുപാട് കാശുള്ള ആളുകൾ, റിച്ച് പീപ്പിൾസ് ഒക്കെ കളിക്കുന്ന ഗെയിം നമ്മളും കളിക്കണ്ടേ. എന്തുമില്ലെങ്കിലും ആ ഗോൾഫ് സ്റ്റിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് 2 പിക്ചറെങ്കിലും എടുക്കണ്ടേ. അപ്പോൾ അതും ഈ ലൈഫ് ടൈം ഫ്രീ കാർഡുകളിൽ നിന്ന് നമുക്ക് കിട്ടും. പിന്നെ ഇതിൻ്റെ ലോ ഫോറക്സ് മാർക്കപ്പാണ്. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇന്റർനാഷണൽ ട്രിപ്പ് പ്ലാൻ ചെയ്തു, നമ്മളൊരു വിദേശത്തെത്തി, അവിടെ ഒരു സ്പെൻഡ് എന്തെങ്കിലുമൊക്കെ വേണ്ടി വന്നു. അപ്പം അന്നേരം നമ്മുടെ കയ്യിലുള്ള കറൻസിക്ക് എന്തെങ്കിലും ഒരു ചെറിയൊരു കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ആ ഐറ്റം മേടിക്കുകയും വേണം. അത് വാങ്ങാനായിട്ട് നമ്മൾ ഫോറക്സ് ചാർജ് കുറവുള്ള കാർഡുകളാണ് ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ പറയുന്ന ടൈഗർ, ഇതിൻ്റെ ഫോറക്സ് മാർക്കപ്പ് എന്ന് പറയുന്നത് ഒരു 1.5% ആണ്. അപ്പം അങ്ങനെ നോക്കുമ്പോഴും ഈ കാർഡ് ഒരു വിന്നറാണ്. പിന്നെ ഇതിന് ബോഗോ, അതായത് ബൈ 1 ഗെറ്റ് 1 ഓഫർ ഉണ്ട്. അപ്പോൾ 2 പേരൊക്കെ ആയിട്ട് സിനിമക്ക് പോകുന്ന ആളുകളാണെങ്കിൽ അവർക്കും വളരെ ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു കാർഡാണ്. ഇനി എനിക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള വേറൊരു കാര്യം പറയാം, ഇതിൻ്റെ റിവാർഡ് റേറ്റ്സ് ആണ്. റിവാർഡ് റേറ്റ്സ് എന്ന് പറയുമ്പോൾ നിങ്ങളിപ്പോൾ ഒരുപാട് സ്പെൻഡ് എല്ലാം ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേറെ പ്രീമിയം കാർഡ്സുകളൊന്നുമില്ല, നിങ്ങൾക്ക് പ്രീമിയം കാർഡുകളോട് താല്പര്യമില്ല, ഈ ലൈഫ് ടൈം ഫ്രീ കാർഡ് മതി എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ ഈ കാർഡ് മാത്രം ഉപയോഗിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 1 lakh വരെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഇതിന് ബേസ് റിവാർഡ്സ് മാത്രമേ ഉള്ളൂ. ഒരു 1x ആ രീതിയിലാണ് അത് പോകുന്നത്. പക്ഷേ നിങ്ങൾ 1 lakh to 2.5 lakh ആ റേഞ്ചിലേക്ക് വരുമ്പോൾ ഇതിന് 2x ആണ് ഇതിൻ്റെ റിവാർഡ് പോയിന്റ്സ് വരുന്നത്. ഇനി 2,01,000 മുതൽ 5 ലക്ഷം വരെയാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ സൂപ്പർ ആക്സിലേറ്റർ റിവാർഡ്സ് ആയിട്ട് നിങ്ങൾക്കൊരു 3x റിവാർഡ്സ് ആണ് കിട്ടുന്നത്. ആ സ്പെൻഡ് ചെയ്തതിന് 3x റിവാർഡ് പോയിന്റ്സ് കിട്ടും. ഇനി അതിൽ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളാണെങ്കിൽ, അതായത് 6 ലക്ഷത്തിൽ കൂടുതൽ ഒരു വർഷം സ്പെൻഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് 6x റിവാർഡ് പോയിന്റ്സ് ആണ്. അത് മാക്സിമം ആക്സിലറേറ്റ് ആയിട്ടുള്ള 6x റിവാർഡ് പോയിന്റ്സ് ആണ്. ഈ റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് എയർ മൈൽസിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഒരു റിവാർഡ് പോയിന്റ്സ് എന്ന് പറയുന്നത് 1.2 എയർ മൈൽസ് ആണ്. ഈ എയർ മൈൽസ് എന്ന് പറയുന്നത്, ഈ മൈൽസ്, ഇതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. നമുക്ക് ഈ കിട്ടുന്ന റിവാർഡ് പോയിന്റ്സ് എല്ലാം ഏതൊക്കെ എയർ മൈലിലേക്ക് മാറ്റാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നോക്കിയിരിക്കുക. നിങ്ങൾ അധികം വൈകാതെ തന്നെ, ഒരുപാട് ലേറ്റ് ആവാതെ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇൻഡസിൻഡിന്റെ ടൈഗർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ രണ്ടാമത് റെക്കമെൻഡ് ചെയ്യാൻ പോകുന്ന കാർഡ് എന്ന് പറയുന്നത് ആമസോൺ പേ, ICICIയുടെ ആമസോൺ പേ ക്രെഡിറ്റ് കാർഡാണ്. ഇത് ഓൾമോസ്റ്റ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. ഇതുവരെ ഈ കാർഡ് കിട്ടാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചെറിയൊരു ബാഡ് ന്യൂസ് ഉണ്ട്. ഒരുപാട് പേർക്കൊന്നും ഇത് അപ്രൂവ് ആവുന്നില്ല എന്നുള്ളൊരു ചെറിയ കംപ്ലൈന്റ് ഒക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ ICICIയുടെ വേറെ ഏതെങ്കിലും കാർഡ് ഉണ്ട്, എന്നിട്ട് ഈ ICICI ആമസോൺ പേക്ക് അപ്ലൈ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ചാൻസ് കൂടുതലാണ്. കാരണം എനിക്ക് കിട്ടിയത് അങ്ങനെയായിരുന്നു. എല്ലാവരും കിട്ടുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് ICICIയുടെ ഒരു കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്നവർക്കായിരിക്കാം ഒരു പക്ഷേ ഇത് കിട്ടാത്തത്. പക്ഷേ ഓൾറെഡി ഒരു കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നോക്കാം. ഇതിൻ്റെ വെൽക്കം ബെനിഫിറ്റ്സ് ആയിട്ട് കിട്ടുന്നത് 3 മാസം കോംപ്ലിമെന്ററി ആമസോൺ പ്രൈം മെമ്പർഷിപ്പാണ്. അപ്പോൾ ഈ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് എന്ന് പറയുന്നത്
നമ്മൾ ഈ പ്രൈം വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കിട്ടുന്നതാണ്. ഈ ആമസോൺ പ്രൈം മെമ്പർഷിപ്പ് ഓൾറെഡി ഇല്ലാത്തവർക്ക് 3 മാസത്തേക്ക് കിട്ടും. പക്ഷേ 3 മാസത്തേക്ക് മാത്രമല്ല, ഈ കാർഡ് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ എല്ലായ്പ്പോഴും ഒരു പ്രൈം മെമ്പർ ആവാൻ തന്നെ ശ്രദ്ധിക്കുക. കാരണം പ്രൈം മെമ്പർ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ്സ് കൂടുതൽ നമുക്ക് കിട്ടും. അതിനെക്കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. പിന്നെ അതുകൂടാതെ 1 മന്ത് ഫ്രീ ഈസി ഡൈനർ പ്രൈം. ഈസി ഡൈനർ എന്ന് പറയുന്നത് അത് കേരളത്തിലെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് കൊച്ചിയാണ്. കാരണം കൊച്ചിയിൽ ഒരുപാട് ഫൈൻ ഡൈനിങ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. കമ്പാരിറ്റീവ്ലി കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ട്രിവാൻഡ്രത്ത് വളരെ കുറവാണ് ഓപ്ഷൻ, കാലിക്കറ്റും വളരെ കുറവാണ്. അപ്പോൾ കൊച്ചിയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈസി ഡൈനർ പ്രൈം എന്ന് പറയുന്നത് നിങ്ങളൊരു വീക്കെൻഡൊക്കെ ആകുമ്പോൾ ഭാര്യയായിട്ടോ അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ട് പുറത്തു പോകാനാണെന്നുണ്ടെങ്കിൽ ഒരു നല്ലൊരു ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ് നമുക്ക് 50% അതായത് ഇവിടെയുള്ള മാരിയറ്റ്, ഇവിടെയുള്ള ഹയാത്ത്, ഇവിടെയുള്ള ഒരുപാട് ഷെറാട്ടൺ, ഒരുപാട് മാരിയറ്റിൻ്റെ പ്രോപ്പർട്ടീസ് ഇവിടെ ഉണ്ട്. അല്ലാതെയുള്ള സ്റ്റാർ ഹോട്ടൽസ് ഉണ്ട്. ഇവിടെയുള്ള റെസ്റ്റോറൻറ്റ്സിൽ, ഫൈൻ ഡൈൻ റെസ്റ്റോറൻറ്റ്സിൽ നമുക്ക് ബുഫേ ഒക്കെ കഴിക്കാൻ പോകുകയാണെന്നുണ്ടെങ്കിൽ 50%, അതായത് ഒരാളുടെ കാശിന് 2 പേർക്ക് കഴിക്കാം. അപ്പോൾ അങ്ങനെ നമുക്ക് വീക്കെൻഡൊക്കെ അടിച്ചു പൊളിക്കാം. ആ ഒരു ഈസി ഡൈനർ പ്രൈമിൻ്റെ മെമ്പർഷിപ്പ് 3 മാസത്തേക്ക് ഇത് ഫ്രീ തരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ക്യാഷ് ബാക്ക് ഓഫറാണ്. അപ്പോൾ 2000 രൂപ വരെയാണ് മന്ത്ലി ക്യാപ്പ് വരുന്നത്. ഇതിനകത്ത് 2000 രൂപയിൽ ആമസോൺ പർച്ചേസുകൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളൊരു പ്രൈം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ 5% ക്യാഷ് ബാക്ക് ആണ് ആമസോണിൽ പർച്ചേസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. 5%. അതുകൂടാതെ നോൺ പ്രൈം യൂസേഴ്സ് ആണെന്നുണ്ടെങ്കിൽ 3% ആണ് അവർക്ക് കിട്ടുന്നത്. അതുകൂടാതെ ആമസോണിൽ തന്നെ ഫ്ലൈറ്റ് ആൻഡ് ഹോട്ടൽസിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ പ്രൈം മെമ്പർ ആണെന്നുണ്ടെങ്കിൽ 5% കിട്ടും. അതുപോലെ 3% ആണ് നോൺ പ്രൈം മെമ്പേഴ്സിന് കിട്ടുന്നത്. ഇനി ഞാനൊരു ഹാക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ സ്കൈ സ്കാനർ ത്രൂ ഒക്കെയാണ് ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കുന്നതെന്നുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും സ്കൈ സ്കാനർ കാണിക്കുന്നത് മേക്ക് മൈ ട്രിപ്പ് ആണെന്ന് വെക്കുക. സ്കൈ സ്കാനർ ഒരു അഗ്രിഗേറ്റർ ആപ്പാണ്. അതായത് ഈ ഒരുപാട് വെബ്സൈറ്റുകളിൽ ഏറ്റവും കുറവ് റേറ്റ്, അതായത് ഏറ്റവും കുറഞ്ഞ റേറ്റ് ഏതിനകത്ത് കാണിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ നോക്കുമ്പോൾ പെട്ടെന്നൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊച്ചി ടു തായ്ലൻഡ് ഏറ്റവും ചീപ്പായിട്ട് കാണിച്ചത് മേക്ക് മൈ ട്രിപ്പിലാണ്. അപ്പോൾ മേക്ക് മൈ ട്രിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മേക്ക് മൈ ട്രിപ്പിൽ ബുക്ക് ചെയ്യാതെ നേരെ ആമസോൺ ആപ്പിൽ പോവുക. ആമസോൺ മേക്ക് മൈ ട്രിപ്പായിട്ട് ടൈപ്പ് ആണ്. അപ്പോൾ ആ റേറ്റിൽ തന്നെ നിങ്ങൾ ആമസോണിൽ ബുക്ക് ചെയ്യുക. ആമസോണിൽ ബുക്ക് ചെയ്യുമ്പോൾ ഗുണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് 5% അഡീഷണൽ ക്യാഷ് ബാക്കും കിട്ടും. പിന്നെ ഏറ്റവും കുറഞ്ഞ റേറ്റിൽ കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെയാണ് ഫ്ലിപ്കാർട്ട് ക്ലിയർ ട്രിപ്പായിട്ട് ടൈപ്പ് ആണ്. അപ്പോൾ ക്ലിയർ ട്രിപ്പിൽ എപ്പോഴെങ്കിലും റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്ലിപ്കാർട്ട് ത്രൂ ബുക്ക് ചെയ്യുക. അപ്പോൾ ഇത് എപ്പോഴും മനസ്സിലിരിക്കുക. പിന്നെ ഇതിൻ്റെ ബാക്കിയുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് ഈ നോൺ ആമസോൺ മെർച്ചൻസ്, ബാക്കി ആമസോണിലല്ല നമ്മൾ ബാക്കിയുള്ളടത്തൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ അതിനെല്ലാത്തിനും 1% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. പിന്നെ ഇന്റർനാഷണൽ യൂസിനും 1% ക്യാഷ് ബാക്ക് കിട്ടുന്നുണ്ട്. പിന്നെ അതിൻ്റെ റിവാർഡ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 1 രൂപയാണ്. നമ്മുടെ ആമസോൺ അക്കൗണ്ടിലേക്കാണ് നമുക്ക് ക്രെഡിറ്റ് ആവുന്നത്. സോ അത് നമുക്ക് ലാഭമുള്ളൊരു പരിപാടിയാണ്. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ കാർഡ്, ആമസോൺ പേ ICICIയുടെ. ഈ മൂന്നാമത്തെ കാർഡ് എന്ന് പറയുന്നത് യെസ് ബാങ്കിന്റെ ക്രെഡിറ്റ് പേ ആയിട്ടുള്ള ഒരു ടൈപ്പിൽ വരുന്ന അവരുടെ ഒരു കോ ബ്രാൻഡഡ് കാർഡാണ്. ക്രെഡിറ്റ് പേ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട്. അപ്പോൾ ക്രെഡിറ്റ് പേ ആപ്പ് നിങ്ങൾ നിലവിൽ ഉപയോഗിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാനറൊക്കെ വന്നിട്ടുണ്ടാവും ഈ ക്രെഡിറ്റ് പേ യെസ് ബാങ്കിന്റെ ഈ കാർഡ് അപ്രൂവ് ആയിട്ടുണ്ടെന്നുള്ളത്. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ യെസ് ബാങ്കിന്റെ വേറെ ഏതെങ്കിലും ക്രെഡിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാർഡ് നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പക്ഷേ നല്ല സൂപ്പർ കാർഡാണ് യെസ് ബാങ്കിന്റെ ഈ കാർഡ്. ഞാൻ ഇതിന്റെ ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ വെൽക്കം ബെനിഫിറ്റ്സ് ആയിട്ട് 1000 രൂപ ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. അത് ക്രെഡിറ്റ് പേ ആപ്പ് വഴി നിങ്ങൾ ഇത് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന്റെ ക്രെഡിറ്റ് പേയുടെ UPIയിൽ ഇത് ലിങ്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ കിട്ടുന്നത് 1000 രൂപ ക്യാഷ് ബാക്ക് ആണ്. ഈ 1000 രൂപ ക്യാഷ് ബാക്ക് നൽകുന്ന വേറെ ക്രെഡിറ്റ് കാർഡ് ലൈഫ് ടൈം ഫ്രീ ആയിട്ടൊന്നും നമുക്ക് കിട്ടുന്നില്ല. ആ ഒരു കാര്യം മനസ്സിലാക്കുക. പിന്നെ അതിന്റെ ക്യാഷ് ബാക്ക് ആൻഡ് റിവാർഡ്സ് എന്ന് പറയുന്നത് 2% അൺലിമിറ്റഡ് ക്യാഷ് ബാക്ക് ആണ്. അത് ക്രെഡിറ്റ് പേയുടെ UPIയിലൂടെ മാത്രമാണ് 2% കിട്ടുന്നത്. പിന്നെ ക്യാഷ് ബാക്ക് ആൻഡ് റെഡീം ഫോർ 6% 60% ഡിസ്കൗണ്ട് ആണ് ആമസോൺ പേ, ഫ്ലിപ്കാർട്ട്, ഈ പറയുന്ന ആമസോൺ പേ, ഫ്ലിപ്കാർട്ട്, സ്വിഗ്ഗി, സൊമാറ്റോ തുടങ്ങിയ സൈറ്റുകളിലെല്ലാം നമുക്ക് 6 to 60% ഡിസ്കൗണ്ട് നമുക്ക് ഈ ക്യാഷ് ബാക്ക് റെഡീം ചെയ്യാം. പിന്നെ ഓരോ 200 രൂപ ഓൺലൈനിൽ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 8 പോയിന്റ്സും, 200 രൂപ ഓഫ്ലൈനിലാണ് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 4 പോയിന്റ്സുമാണ് കിട്ടുന്നത്. പിന്നെ യൂട്ടിലിറ്റീസ്, ഇൻഷുറൻസ്, ഗവൺമെന്റ് പേയ്മെന്റ്സ് തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം ഓരോ 200 രൂപയ്ക്കും 2 റിവാർഡ് പോയിന്റ്സ് ആണ് കിട്ടുന്നത്. ഫ്യൂൽ സർചാർജ് വേവർ എന്ന് പറയുന്നത് മിനിമം 400 രൂപ, മാക്സിമം 400 രൂപ തൊട്ട് 5000 രൂപ വരെയൊക്കെയാണ് നമ്മൾ ഫ്യൂലിന് സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർചാർജ് വേവറായിട്ട് 1% ഉണ്ട്. ഫോറക്സ് മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. ബാക്കിയുള്ള കാർഡുകളെല്ലാം 3.5% ഒക്കെ നോക്കുമ്പോൾ നിങ്ങൾ ഈ കൂട്ടത്തിൽ ഇൻഡസിൻഡ് ടൈഗർ നോക്കണ്ട. ഇൻഡസിൻഡ് ടൈഗർ സൂപ്പർ കാർഡാണ്. പക്ഷേ ഇത് ഇവർ ചാർജ് ചെയ്യുന്നത് 2.75% ആണ്. പിന്നെ ഇതിനൊരു എലിജിബിലിറ്റിയും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ പെട്ടെന്ന് എല്ലാവരും കിട്ടുന്ന ഒരു കാർഡല്ല. അപ്പോൾ പക്ഷേ യെസ് ബാങ്കിന്റെ വേറെ കാർഡുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ യെസ് ബാങ്കിന്റെ ബാക്കിയുള്ള കോ ബ്രാൻഡഡ് കാർഡുകളെ കൂടി നോക്കുക. നിങ്ങൾക്ക് ഈ കാർഡ് മതി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. 25,000 രൂപ സാലറി, മിനിമം സാലറി അതാണ് പറയുന്നത്. ബാക്കിയുള്ള സിബിൽ സ്കോറും കാര്യങ്ങളെല്ലാം 720+ എല്ലാം വരുന്നു. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം യെസ് ബാങ്കിന്റെ ബാക്കിയുള്ള ഏതൊക്കെ ക്രെഡിറ്റ് കാർഡാണ് നിങ്ങൾ നോക്കുക. എന്നിട്ട് ആ കാർഡുകളൊന്നും താല്പര്യമില്ല, ഇത് മതി എന്നുണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക. കാരണം യെസ് ബാങ്ക് ഒരു കാർഡ് മാത്രം കൊടുക്കുന്ന ഇങ്ങനത്തെ ഒരു
കണ്ടീഷൻസ് ഒക്കെ ഒന്ന് വെക്കുന്ന ഒരു ബാങ്കാണ്. നാലാമതായിട്ട് പറയാൻ പോകുന്ന ഇൻഡസിന്റെ ലെജൻഡ് എന്ന് പറഞ്ഞൊരു കാർഡാണ്. ഈ ലെജൻഡ് എന്ന് പറഞ്ഞ കാർഡ് എല്ലാവർക്കും കിട്ടും. ഇത് കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാർഡാണ്. ഇതിന്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് മെയിൻലി മൂവി ബെനിഫിറ്റ് ആണ്. ബൈ 1 get 1 ഫ്രീ. അതായത് 200 രൂപ വരെയാണ് നമുക്ക് ഈ ഓഫറിൽ നമുക്ക് കുറഞ്ഞു കിട്ടുകയുള്ളൂ. അത് ഫുഡ് ആൻഡ് ബീവറേജിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബുക്ക് മൈ ഷോ വഴിയാണെങ്കിൽ അഡീഷണൽ ഒരു 50 രൂപയുടെ ഓഫ് ഉണ്ട്. ഇത് ഓൾമോസ്റ്റ് എല്ലാ സിറ്റികളിലൊക്കെ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ബുക്ക് മൈ ഷോ എവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ റിവാർഡ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഓരോ 100 രൂപയ്ക്കും ഒരു റിവാർഡ് കിട്ടുന്നത് വീക്ക് ഡേയ്സിലാണ്. പക്ഷെ നിങ്ങൾ വീക്കെൻഡിലാണ് ഇത് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ 100 രൂപയ്ക്കും കിട്ടുന്നത് 2 റിവാർഡ് പോയിന്റ്സ് ആണ്. പിന്നെ ഇതിന്റെ മൈൽ സ്റ്റോൺ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു റിവാർഡ് പോയിന്റ് എന്ന് പറയുന്നത് 50 പൈസയാണ് നിലവിലുള്ളത്. പിന്നെ ഇതുകൊണ്ട് നിങ്ങൾ ഒരു 5 ലക്ഷം രൂപയൊക്കെ ഒരു വർഷത്തിൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ 3000 റിവാർഡ് പോയിന്റ്സ് കിട്ടുന്നുണ്ട്. പക്ഷേ ഈ ലെജൻഡ് പോലുള്ള ഒരു കാർഡ് കയ്യിൽ വെച്ചിട്ട് നിങ്ങൾ വർഷം 5 ലക്ഷം ഒക്കെ ഉപയോഗിക്കുന്നത് ഒരു ക്രിമിനൽ ഒഫൻസ് ആണെന്ന് ഞാൻ പറയുള്ളൂ. നിങ്ങൾ വർഷത്തിൽ 5 ലക്ഷമൊക്കെ ഉപയോഗിക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് ലെജൻഡിൽ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അതിന് പറ്റിയ കിടിലൻ ക്രെഡിറ്റ് കാർഡുകളൊക്കെ വേറെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോ ഇടുന്നുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്ന കാർഡ് ഒരു ഡിജിറ്റൽ കാർഡാണ്. അതായത് കിവി നിയോൺ എന്നുള്ള ഒരു ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു കാർഡാണ്. അത് ഒരു AU സ്മോൾ ഫിനാൻസ് ബാങ്കിന്റെയും അല്ലെങ്കിൽ യെസ് ബാങ്കൊക്കെ ആയിട്ട് ടൈ അപ്പ് ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡിജിറ്റൽ കാർഡ് കിട്ടുന്നത്. ഈ ഡിജിറ്റൽ കാർഡ് ഫ്രീ ആണ് ആക്ച്വലി. പക്ഷേ ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ നിയോൺ സബ്സ്ക്രൈബർ ആണ്. ആ സബ്സ്ക്രിപ്ഷൻ 999 പെർ ഇയർ ആണ് പറയുന്നത്. പക്ഷെ പല സമയത്തും ഒരുപാട് സമയങ്ങളിൽ ഇവർ ഈ പറയുന്ന നിയോൺ സബ്സ്ക്രിപ്ഷൻ ഫ്രീ ആയിട്ട് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ സമയത്ത് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് വേണം ഇതിന് അപ്ലൈ ചെയ്യാനായിട്ട്. നിലവിൽ ഇത് ലൈഫ് ടൈം ഫ്രീ ആണ്. പക്ഷേ ഈ കാർഡിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ നിയോൺ സബ്സ്ക്രിപ്ഷൻ വേണം. അപ്പോൾ അതിന് ഞാൻ റിവാർഡ്സിന്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ കിവിയിൽ ഈ സ്കാൻ ആൻഡ് പേ UPI അതായത് റൂപേ കാർഡ് ആണല്ലോ. റൂപേ കാർഡ് ആകുമ്പോൾ ഓരോ സ്കാനിനും നമുക്ക് 1% ക്യാഷ് ബാക്ക് ആണ് കിട്ടുന്നത്. അതർ നോൺ UPI സ്പെൻസിനെല്ലാം നമുക്ക് 0.5% ആണ് കിട്ടുന്നത്. നിങ്ങൾക്ക് നിയോൺ സബ്സ്ക്രിപ്ഷൻ ഉണ്ടെന്നുണ്ടെങ്കിലാണ് ഇതിന്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടുക. അത് നോക്കുക. അതായത് ഓരോ UPI ട്രാൻസാക്ഷൻ അപ് ടു 50,000 രൂപ വരെയുള്ള UPI ട്രാൻസാക്ഷൻ 2% ആണ് ക്യാഷ് ബാക്ക് കിട്ടുന്നത്. ഓൺലൈൻ ആണെന്നുണ്ടെങ്കിൽ അത് 0.5% ആയിട്ട് കുറയും. അതുകൂടാതെ 1 ലാഖിന് 50,000 മുതൽ 1 ലാഖ് വരെയാണ് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ 2 എന്നുള്ളത് 3% കൂടും. അതുകൂടാതെ നമുക്കൊരു ഫ്രീ ആയിട്ട് ഒരു എയർപോർട്ട് ലൗഞ്ച് ആക്സസും കൂടി വരുന്നുണ്ട്. അപ്പോൾ 1 ലാഖ് സ്പെൻഡ് ചെയ്തിട്ട് എയർപോർട്ട് ലൗഞ്ച് ആക്സസ് എടുക്കണോ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു മോശം ഡീലാണ്. ഞാൻ അതിനോട് യെസ് പറയില്ല. സ്റ്റിൽ ഇനി 1 to 1.5 ആണെന്നുണ്ടെങ്കിൽ 4% ക്യാഷ് ബാക്ക് വരുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് 2 ഫ്രീ ലോഞ്ച് ആക്സസും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ഇനി നിങ്ങൾ 1.5 to അതിന് മുകളിലേക്ക് 1.5 ലക്ഷത്തിന് മുകളിലാണ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്നത് 5% ക്യാഷ് ബാക്ക് 3 ഫ്രീ എയർപോർട്ട് ലൗഞ്ച് ആക്സസുമാണ്. അപ്പോൾ ഇതിനകത്ത് ചില കാറ്റഗറീസ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് അല്ല. അതായത് ഈ പറയുന്ന ഈ മൈൽസ്റ്റോണിലാണോ ഇതെല്ലാം. അപ്പോൾ അതിനകത്ത് ജ്വല്ലറി, റെന്റ്, എഡ്യൂക്കേഷൻ പേയ്മെന്റ് ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ ക്രെഡിറ്റ് കാർഡുകൾ നമുക്ക് അതിൽ കൂട്ടില്ല. അതാണ് കാര്യം. അപ്പോൾ ഈ നിയോൺ അതായത് കിവിയുടെ നിയോൺ വെർച്വൽ റൂപേ കാർഡ് എന്ന് പറയുന്നത് ഒരു നിയോൺ സബ്സ്ക്രിപ്ഷൻ നമുക്ക് ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അത് ബെനിഫിറ്റ് ഉള്ള ഒരു കാർഡാണ്. കാരണം യൂസ് ചെയ്ത് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാക്കിയ ആളുകൾ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലുണ്ട്. അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ ഈ കാർഡ് പേഴ്സണലി ഞാൻ യൂസ് ചെയ്യുന്നതല്ല. ബട്ട് സ്റ്റിൽ ഒരുപാട് നല്ല അഭിപ്രായം കേട്ടുകൊണ്ട് ഞാൻ ഈ ലൈഫ് ടൈം ഫ്രീ കാർഡുകൾ ഉൾപ്പെടുത്തിയതാണ്. അപ്പോൾ ഈ 5 കാർഡുകളാണ് ഞാൻ പറയുന്നത് ലൈഫ് ടൈം ഫ്രീ കാർഡുകൾ. അപ്പോൾ വരും ദിവസങ്ങളിൽ നമുക്ക് ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡുകൾ, അതായത് ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡ് ഫോർ മൂവി ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ക്രെഡിറ്റ് കാർഡുകൾ ഏതാണെന്നുള്ളത്, ക്യാഷ് ബാക്ക് ക്രെഡിറ്റ് കാർഡുകളിൽ ഏതൊക്കെയാണ് ഏറ്റവും ബെസ്റ്റ് എന്നുള്ളതും, പിന്നെ ഫ്യൂവൽ ക്രെഡിറ്റ് കാർഡുകളിൽ ഏതൊക്കെയാണ് ബെസ്റ്റ് എന്നുള്ളതും, റൂപേ ക്രെഡിറ്റ് കാർഡുകൾ ഏതൊക്കെയാണ് ബെസ്റ്റ് ഉള്ളതെന്നും തുടങ്ങിയ കാര്യങ്ങളെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ വരും ദിവസങ്ങളിൽ എല്ലാ ബുധൻ വ്യാഴം ദിവസങ്ങളിലൊക്കെ ആയിട്ട് ഓരോ വീഡിയോസ് ഇതും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഈ ക്രെഡിറ്റ് കാർഡുകളുടെ ഈ ലോകത്തേക്ക്, ഈ മൈൽസ് ആൻഡ് പോയിന്റ്സ് ഈ ലോകത്തേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടി, നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. അപ്പോൾ നമുക്ക് ക്യാഷ് ബാക്ക് ഒരു 50 രൂപ കിട്ടുന്ന പോലെ അല്ല നമ്മുടെ ലൈഫ് സ്റ്റൈൽ മൊത്തത്തിൽ മാറുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം.